കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വീട് പണി പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്തതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരും, കുറച്ച് വിശേഷങ്ങളും കാണാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അസ്ഥിവാരം കീറിയിരിക്കുന്ന കണ്ടില്ലേ, അങ്ങനെയല്ലേ പറയാ? അതെ, അസ്ഥിവാരം കീറിയിരിക്കുന്നത് എന്താ ഇവിടുന്ന് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ വരാനായിട്ടോ. നമ്മൾ എല്ലാ കൂട്ടുകാരും ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിലേക്ക് വണ്ടി ഇറങ്ങില്ലല്ലോ, നിങ്ങൾ എന്താണ് വണ്ടി സൗകര്യത്തിന് ചെയ്യാന്നുള്ളത്. ഇതാ കണ്ടില്ലേ, ഈ അവിടെ നമ്മളൊരു മതിൽ കെട്ടിയിട്ടില്ലേ, ആ മതിൽ ഇവിടേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ആക്കി വെക്കും കേട്ടോ. ജോയിൻ്റ് ആക്കി വെച്ചിട്ട് ഇതാ കണ്ടോ മണ്ണ്, ഈ മണ്ണ് എടുത്തിട്ട് ഇതിൽ ഫില്ലാക്കി ഇടും. ഫില്ലാക്കി ഇടുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് ഇവിടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യാം. മുമ്പിൽ കയറ്റി നിർത്താം. മുറ്റത്തേക്ക് ഇറക്കാൻ പറ്റില്ല, എന്തായാലും ഇറക്കാൻ പറ്റില്ല. മുറ്റത്ത് നിർത്തുന്നത് പോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ നിർത്താം. അത് ശരി, അതിന് വേണ്ടി അതിനുള്ള സ്ഥലമേ ഉള്ളൂ. കണ്ടില്ലേ, അത് ഈ ചെറിയൊരു കോണ് മാത്രമേ ഇവിടെ ഇങ്ങനെ ഉള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ വണ്ടി നിർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വലിയ വണ്ടി വാങ്ങിട്ട് ഇവിടെ നിർത്താനൊന്നല്ലേ, നമ്മുടെ ഓട്ടോ നിർത്താനുള്ള സ്ഥലമല്ലേ കണ്ടല്ലോ. അതിൽ സുഖമായിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാം. നമ്മള് എന്താ ഇപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ടല്ല കേട്ടോ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ വണ്ടി എന്തായാലും നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്തായാലും ഇത് വണ്ടി പാർക്ക് ചെയ്യലല്ല, ഇതുകൊണ്ട് വണ്ടി ഇവിടെ കൊണ്ട് നിർത്തുന്നല്ല ഇപ്പൊ ഉദ്ദേശിക്കുന്നല്ല. കാരണം ഇവിടെ ഒന്ന് കെട്ടിയൊന്ന് വൃത്തിയാക്കിയാലാണ്, അല്ല കാരണം ഇവിടെ ഉമ്മറം ഫുള്ളും ഒരു വൃത്തിയില്ലാതെ കിടക്കുന്ന പോലെയാവും. അപ്പൊ കെട്ടിന്ന് ഒതുക്കി കഴിഞ്ഞാലാണ് ഇവിടുത്തെ മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് കാണാനൊരു വൃത്തി ഉണ്ടാവും. പിന്നെ ഇവിടെ കുറെ മണ്ണ് തൊട്ട് കുറെ ഭാഗങ്ങൾ അങ്ങനെ മണ്ണിട്ടൊന്ന് സെറ്റാക്കാണ്ട് അപ്പുറത്തെ മണ്ണൊക്കെ ഒതുക്കി വെക്കാനുള്ളൊരു ഭാഗം നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. ആ മണ്ണൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ മണ്ണ് അവിടെ നിന്ന് ഒഴിവാകും ചെയ്യും, ഇവിടേക്ക് നമുക്ക് ആവശ്യമില്ല മണ്ണ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊപ്പം നടക്കും. അല്ലെങ്കിൽ ഈ മണ്ണ് കോരിയിട്ട് നമ്മൾ അപ്പുറത്ത് കൊണ്ടായിട്ട് ഇടണം. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവിടെ നിന്ന് കോരിയിട്ട് ആദ്യം മേലെ കയറ്റി അവിടെ നിന്ന് ഓടിച്ചു വന്ന് ഇവിടെ ഇടണം. അപ്പോൾ അത് ഭയങ്കര പണിയാവും. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ അങ്ങനെ ചെയ്താണ്. ആ ഇല്ല അവിടെ നിന്ന് ഇറങ്ങാം, കുട്ടീനെ ഇടങ്ങാറാക്കല്ലേ. ഇത് കൂടെ ഇങ്ങനെ കയറി തിരിയാണ് കേട്ടോ അവര്. കണ്ടോ വേണ്ട കുഞ്ഞാ ഇവിടേക്ക് നീ ഇത് കൂടെയൊക്കെ മണ്ണ് ഫില്ല് ചെയ്യാണ്ട് കേട്ടോ. അതാ കണ്ടോ, ഇത് കൂടെയൊക്കെ മണ്ണ് ഫില്ല് ചെയ്യാണ്ട്, ഇത് കൂടെ മണ്ണ് ഫില്ല് ചെയ്തിട്ട് നമുക്കൊന്ന് ശരിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്താ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യണം വിചാരിച്ചിട്ടാണ്. ഇതാ കണ്ടോ, കുറച്ച് ദിവസമല്ലേ നമ്മുടെ ഇവിടെ മണ്ണ്, അവിടുത്തെ മണ്ണ് ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് ഇവിടെ നല്ല ഉറച്ചൂലേട്ടാ. അത് മണ്ണ് അങ്ങനെ തന്നെ കിടക്കുന്നതോറും അത് ഉറപ്പായി വരും. അപ്പൊ കുട്ടികളൊക്കെ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കല്ലേ. അപ്പൊ അത് കാരണം കേട്ടോ. കണ്ടില്ലേ, നമുക്ക് ഓരോന്ന് ചെറുതാണ് വെച്ചാലും ചെയ്യുമ്പോൾ അത് കാണിച്ചു തരാണ്ട് ഒരു സമാധാനം ഇല്ലാന്നല്ലേ. പിന്നെ കുറെ കൂട്ടുകാർ ചോദിക്കാറുണ്ട് എന്താ ചെയ്യണത്, എന്താ വീട് പണി പിന്നെയും തുടങ്ങിയോ എന്നുള്ളതൊക്കെ കമന്റിൽ കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതങ്ങനെ കാണിച്ചു തരും ചെയ്യാനിട്ട്. പിന്നെ പണി നടന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ അനിയത്തിൻ്റെ അടുത്തല്ല അന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ എനിക്ക് പുറത്തൊരടുപ്പ് വേണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പറഞ്ഞ് അനിയട്ടല്ലേ, ഓ ശരി ഈ തൊഴിലക്കൂടൊന്ന് തീർന്നു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ നമ്മൾ പുറത്തടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. എന്താ ഇപ്പോഴൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പൊ അതിന് വേണ്ടിട്ട് അതിരിട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു കേട്ടോ, എനിക്ക് ആലുവടുപ്പ് വേണ്ട, എനിക്ക് സാധാ അടുപ്പ് മതി, എനിക്ക് വിറക് കത്തിക്കണ ആലുവടുപ്പിൽ വിറക് കത്തിക്കില്ല എന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ എനിക്ക് സാധാ അടുപ്പ് മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എനിക്കത് പുറത്തിങ്ങനെ ഒരു അടുപ്പ് വേണം. അതേപോലെ തന്നെ ഞാൻ പിന്നൊരു കാര്യം പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇത് ടൈലൊന്നും ഇടരുത് കേട്ടോ അനിയട്ടാ, ഇത് കാവി ഇടണേ, കാവി ഇട്ടിട്ട് കറുത്ത കാവിയില്ലേ, കറുത്ത കാവി ഇടണേ അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, കറുത്ത കാവി ഇടണേ. ഇത് രണ്ടും എന്റെ അഭിപ്രായമായിരുന്നു. പിന്നെ അപ്പുറത്ത് നമുക്കൊരു അമ്മിത്തറയും വഴറ്റി തരണേ എന്നുള്ളത്. ഇവിടെ കുറച്ചുകൂടെ സ്ഥലമുണ്ട് കേട്ടോ അങ്ങനെ. അപ്പൊ അതില് നമുക്ക് അവിടെ ഇങ്ങനെ ഇനിയിപ്പോ അമ്മിത്തറ അതൊക്കെ ആ ഭാഗത്ത് ചെയ്യാം. അലക്കല്ലൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. അമ്മിത്തറ ഇനിയിപ്പോൾ വാഷിംഗ് മെഷീൻ പോലെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ അതും വെക്കാൻ ഈ ഭാഗത്ത് വെക്കാൻ പറ്റും. നമുക്ക് വേറെ സ്ഥലമൊന്നുമില്ല. പിന്നെ നമുക്ക് പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നേരിട്ടുള്ള സ്ഥലമേ ഉള്ളൂ. ഇതിന്ന് അപ്പുറം കഴിഞ്ഞു എന്ന് വെച്ചാൽ തന്നെ നമ്മുടെ അതിർത്തി മാറും പറഞ്ഞു കഴിഞ്ഞാൽ ലേട്ടാ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഒരു വഴി, ആ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് അതേപോലെ പുറത്തേക്ക് പോകാനൊരു വഴി, അമ്മിക്കല്ലിനവിടേക്കൊക്കെ പോകാൻ അങ്ങോട്ട് രണ്ട് സൈഡും ഓരോ വഴി. അപ്പോൾ അവിടെ അമ്മിത്തറ കെട്ടണം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അടുപ്പും അമ്മിയും തമ്മിൽ കാണാൻ പാടില്ല എന്നുള്ളത് കാണില്ല. കാരണം ഇതിന്റെ പുറത്താണ് അമ്മി വരിക. അപ്പൊ പിന്നെ അടുപ്പും അമ്മിയും കൂടി കാണില്ല. അവരെന്താണ് അമ്മ ഇത്ര വലിയ പ്രശ്നം. ഇതാ കണ്ടോ, ഇപ്പൊ കുറച്ച് വാഴകളൊക്കെ ഉണ്ട്. ഈ വാഴകളൊക്കെ ചിലപ്പോ പൂട്ടോ, ചിലപ്പോഴല്ല ഈ വാഴയൊക്കെ വെട്ടിക്കളഞ്ഞ് അതിന്റെ അടിയിൽ നമ്മുടെ മറ്റേ ജലനിധിയുടെ മീറ്റർ അതിന്റെ അടിയിൽ
അതിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ കണ്ടവർക്കറിയാം വാട ഇടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് ഈ മുക്കിലേക്ക് വെക്കാൻ പറഞ്ഞാണ് അന്ന് നമ്മൾ അണ്ണന്മാരന്ന് വന്നാ കേട്ടോ. അപ്പോൾ അവർക്ക് പിന്നെ അങ്ങനെ നോട്ടൊന്നുമില്ല, നമ്മൾ പറഞ്ഞൊന്നുമില്ല. അവർ ഏകദേശം എവിടെയെങ്കിലൊക്കെ കൊണ്ട് വെച്ചിട്ട് പോകും. അവർക്ക് മീറ്റർ അളവല്ലേ. അപ്പോൾ അവർ വേഗം പണി തീർക്കാൻ പാകത്തിൽ എന്തോ അവരത് ചെയ്യും. അപ്പോൾ അവർ വേഗം എന്തൊക്കെയോ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞൊന്നും കേട്ടില്ല. അവർ വേഗം ആ വാടടയിൽ കൊണ്ടുവച്ചിട്ട് അവർ പോയി. അപ്പോൾ അത് പോയി വാടടയിൽ വെച്ചപ്പോൾ അന്ന് ഒരു വാഴ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ വാഴ വേറെ വന്നിട്ട് ആ മീറ്റർ മൊത്തത്തിൽ വാടടയിൽ കുടുങ്ങിപ്പോയി. ഇനി ഈ വാഴയെല്ലാം വെട്ടി അതിൻ്റെ വേരൊക്കെ അതിൻ്റെ അടിയിലെ വിത്തില്ല, ആ വിത്തൊക്കെ പൊളിച്ച് കളഞ്ഞ് എന്നിട്ട് ആ പൈപ്പ് എടുത്ത് ഇനി അപ്പുറത്തേക്ക് മാറ്റി വെക്കണം. അതിപ്പോൾ എത്ര പണിയെന്ന് നോക്കിയേക്കും. പണിയത് പണി മാത്രമല്ല കേട്ടോ, പിന്നെ നമ്മൾ എന്താ ഇങ്ങനെ ഇവിടെ ഒരു അതിർത്തി ഇടണ പോലെ ഇടണം എന്ന് വിചാരിച്ചതാണ്, അതിർത്തി പോലെ. അപ്പം എന്താ വെച്ചാൽ പിന്നെ എന്താ ഇത് എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ അല്ല അത് പിന്നെ അളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്കൊരു നമുക്കായാലും അവർക്കായാലും ഇപ്പം അത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊന്നും പറയുന്നില്ല, ഇടവരുന്നില്ല. നമ്മുടെ എല്ലാ സ്ഥലത്ത് നമ്മുടെ കുറച്ച് ഇങ്ങോട്ട് വന്നാലും കുഴപ്പമില്ല, ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് എടുത്തൊന്ന് പറയാനുള്ള ഇടവരുത്തുന്നുണ്ട്. അപ്പോൾ ഇത് തൽക്കാലം നമുക്കിപ്പോൾ ആവശ്യത്തിന് ഒരു വർക്ക് ഏരിയ ഇതിപ്പോൾ അത്ര കെട്ടി നിർത്തുകയാണിത്, നമ്മളിതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി ഈ ഭാഗം ഇപ്പം അതിങ്ങനെ അപ്പുറപ്പുറം തറവാട്ടിനോട് ചേർന്ന് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നാളേക്ക് അതൊരു പ്രശ്നം വരണമെന്ന് വിചാരിച്ച് നമ്മളിതിങ്ങനെ കെട്ടി നിർത്തുകയാണ്. അത് മണ്ണടിയിൽ ഇപ്പോൾ 2 വരെയുള്ളൂ. അപ്പോൾ അതങ്ങനെ കെട്ടി നിർത്തുക. കാരണം അതങ്ങനെ അളവ് തന്നപ്പോൾ ജസ്റ്റ് കെട്ടി നിർത്തിയെന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത്രയും കല്ലുണ്ടല്ലോ, അപ്പോൾ കല്ല് ഇനി അതങ്ങനെ ഇരുന്ന് കേട് വന്നു പോകുള്ളൂ. അപ്പോൾ അത് കാരണം ഇങ്ങനെ ചെയ്താണ്. ഇനിയിപ്പോൾ അവിടെയും കെട്ടി അതായത് കിണറിൻ്റെ അപ്പുറം കിണറിൻ്റെ അങ്ങേ സൈഡ് അതേപോലെ കെട്ടിയിട്ട് അവിടെ നിന്ന് മണ്ണ് ഇട്ട് തൂർക്കാൻ അതുകൂടെ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് സാധിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കിണറൊന്ന് ചെറുതാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കിണറിങ്ങനെ സ്ലാബ് കെട്ടിയിട്ട് സ്ലാബിൻ്റെ മേലേക്ക് ഒരു ആൾമറ കെട്ടുക. അപ്പോൾ കുറച്ച് നമുക്ക് ഈ സ്ഥലം ഈ ഭാഗമല്ലേ, ആ ഭാഗം കുറച്ച് നടക്കാനുള്ള വഴി കുറച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ പിന്നേക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഉള്ള കല്ല് എവിടെയെങ്കിലും അങ്ങനെ വെറുതെ ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ വിട്ടില്ലല്ലേ, നാശമായി പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്തിൽ അതിങ്ങനെ സൈസ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ അവിടെയും കെട്ടി ഇവിടെയും കൂടി കെട്ടുമ്പോഴേക്ക് ഏകദേശം കല്ല് ഒരു പകുതി മുക്കാലും കഴിയും. പിന്നെ ബാക്കി കുറച്ചല്ലേ ഉള്ളൂ, അത് പിന്നെ കുഴപ്പമില്ല. അവിടേക്കിടയ്ക്കെല്ലാം മാറ്റിയിട്ടിട്ട് ടാർപോളിൽ എന്തെങ്കിലും ഇട്ട് മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ ഒരു ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ഇല്ലേട്ടാ, അപ്പം എന്തെങ്കിലും നമുക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കിണർ നമ്മൾ കെട്ടണം എന്ന് വിചാരിച്ചാട്ടോ. കിണർ കെട്ടണം എന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞത്, നിങ്ങൾ കിണർ കെട്ടണ്ട, കിണർ ഇങ്ങനെ പകുതി വെച്ചിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സിമെൻറ്റ് കട്ടയും കൂടെ ചെയ്താൽ മതി, ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണല്ലോ, അങ്ങനെ ചെയ്താൽ നമുക്കിതാ ഇവിടെ നിന്ന് അങ്ങനെ കുറച്ച് വഴി കിട്ടുകയും ചെയ്യും അല്ലേ, സ്ഥലം കിട്ടും. വഴി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കിണറിൻ്റെ പകുതിക്ക് അപ്പുറം അങ്ങനെ കെട്ടി ക്രോസ് ചെയ്ത് കെട്ടിൽ കെട്ടിയിട്ട് അതിൽ മണ്ണ് ഫില്ലാക്കിയിട്ട് അതിൻ്റെ ആ മരക്കാണ് നമ്മൾ സ്ലാബ് ഇട്ടിട്ട് ഇനി കെട്ടാൻ പറ്റുക. അപ്പോൾ എന്താ വെച്ചാൽ ആ ഇത് മണ്ണൊക്കെ സെറ്റാവണം, ഉറക്കണം അവിടെ അങ്ങനെ, എന്നിട്ട് അതിൻ്റെ മേലെ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അപ്പോൾ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ, എന്തായാലും നിൽക്കട്ടെ. പക്ഷെ അങ്ങനെ ചെയ്താലാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഈ ഭാഗത്തേക്ക് കുറച്ചൊരു സ്ഥലം ഉണ്ടാവുള്ളൂ നമുക്ക്. ഇത് സ്ഥലം രൂപമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. നമ്മൾ അന്ന് ചെയ്യുമ്പോൾ വീഡിയോൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വീട് ഇപ്പോൾ കെട്ടിയിട്ട് തേക്കുന്ന ഈ സമയത്തൊന്നും നമുക്ക് വീഡിയോൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണല്ലോ. ഇതിപ്പോൾ അടുക്കളയൊക്കെ തേപ്പ് ഫസ്റ്റേ കഴിഞ്ഞതാണല്ലോ. ഇപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കേണ്ട ആവശ്യം വന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെറിയൊരു ഭാഗം പൊളിച്ചൊന്നും മാത്രമേ ഉള്ളൂ. അത് കാര്യമായിട്ടുള്ള ഒന്നല്ല. അതെന്താ ചുമരൊന്നല്ല പൊളിച്ചായിരുന്നു, ചുമരക്കൂട് എന്ന് പറയില്ലേ, ഷോക്കേസ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ആ ചുമരിൽ വരുന്ന ഒരു ഭാഗം, ചെറിയ പകുതി ഭാഗം. അപ്പം പകുതി ഭാഗത്ത് എന്തെങ്കിലും ഇതിൻ്റെ ഒരു ഷെൽഫ് മാതിരി എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യുക. അതിൻ്റെ ഭാഗത്തേക്ക് അടിഭാഗത്തേക്ക് നമുക്കിങ്ങനെ ഫോൺ പിടിക്കാൻ ഭാഗത്തേക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊളിച്ചതാണ്. പക്ഷെ സത്യം പറയാലോ, നിങ്ങളുടെ അടുത്ത് ഇത് പറയാലോ കേട്ടോ, സത്യമായിട്ടും നമ്മൾ മതിൽ ചെയ്യാൻ പറ്റുന്നോ ഒന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. മതിലല്ല, വീടിന്റെ എങ്ങനെങ്കിലും പണി കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. മതിലല്ല, നമ്മൾ ഈ മുറ്റത്തിന്റെ പണിന് നമ്മൾ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അത് എങ്ങനെയൊക്കെയോ തട്ടി നീങ്ങിയിട്ട് ഇവിടം വരെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും മരത്തിന്റെ നാളെ മരപ്പണി കൂട്ടുകാരൻ പറഞ്ഞു തന്നാൽ അവനും വരാം. കാരണം കൂട്ടുകാരൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും കൂട്ടുകാരനല്ല കേട്ടോ, എന്നെ ഈ പണിക്ക് ഇറക്കിയത് അവരെ നമ്മുടെ ആശാന്മാരിലൊരാളാണത്. അങ്ങനെ വീട്ടിലെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ ചെയ്യും. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഞാൻ എടുത്തു തരാം പണി, ആൾക്കും എപ്പോഴാണ് സമയം വന്ന് ചെയ്യ്, എനിക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് തരികയാണെങ്കിൽ എൻ്റെ സമയത്തിന് എപ്പോഴെങ്കിലും എനിക്കിരുന്ന് ചെയ്യാം. അപ്പോൾ ഈ അതിൻ്റെ പൈസയും കാര്യങ്ങളൊന്നും നോക്കണ്ട, എനിക്കതായി ചെയ്തു തരാൻ പറ്റൂ. പൈസയായിട്ടൊന്നും സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലം തൊട്ട് നമ്മുടെ അത്രയും നമ്മളൊപ്പം നടന്ന ചങ്കുകളിൽ ഒരാളാണ് കേട്ടോ.
കൂട്ടുകാരൻ മാത്രമൊന്നല്ല നമ്മള് കൂട്ടുകാരനൊക്കെ അപ്പുറത്തേക്ക് നമ്മളൊരു കൂടപ്പുറപ്പുള്ള അല്ല, അതുകൊണ്ടാണ് അത് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് പൈസയായിട്ടൊന്നും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും പണിത് നിന്ന് കഴിഞ്ഞാൽ തന്നെ പോരാ. നമുക്ക് പൈസേനെക്കാട്ടിലും എത്രയോ ഇപ്പോൾ സഹായമല്ലേ. അപ്പോൾ അതും അവർ കൂടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിനി അതിന് വേറെ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കണില്ല. അപ്പം പറയും രാവിലെ ഞാൻ വന്നിട്ട് മരത്തിൻ്റെയൊക്കെ നോക്കിയിട്ട് അതൊക്കെ മുറിച്ചിട്ട് പ്ലെയിൻ ചെയ്യാൻ കൊണ്ടുപോവുക. അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയണ്ട. അനക്ക് പറ്റുമ്പോൾ നീ വന്നിട്ട് ഞാൻ വിളിക്കുക. എന്തെങ്കിലുമൊക്കെ പണി നീ എൻ്റെ തിരക്കിൽ എവിടേക്കാണ് നീ പൊക്കോ, നിൻ്റെ പണി തിരക്കുകളായിട്ട് പോയാലും എനിക്ക് കുഴപ്പമില്ല. എപ്പോഴെങ്കിലും വന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, അപ്പോൾ ഒന്ന് വന്ന് സഹായിച്ചാൽ മതി. ഇതിലേക്ക് ഒന്ന് കൂടുതൽ ഒന്ന് ചെയ്തു തരൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അത് വലിയൊരു ഭാഗ്യമല്ലേ. നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിൽ നമ്മുടെ വീട്ടിൻ്റെ പണി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ തന്നെ എല്ലാവരും ചെയ്യണം തന്നെയാണ് നമുക്ക് ആഗ്രഹം. നമ്മുടെ വീടിൻ്റെ പണി ഒട്ടുമിക്കതെല്ലാം നമ്മൾ കൊടുത്തത് അങ്ങനെ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ദൂരെയുള്ളവർക്ക് ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് കൊടുത്തിട്ടുള്ളൂ എന്ന് മാത്രമല്ല, അവരൊക്കെ അത്രയും ബന്ധങ്ങളുള്ള ആളുകളാണ്. നമുക്ക് നാളെ വേണ്ട. അത് കാരണമാണ് നമുക്ക് എന്താ വെച്ചെങ്കിൽ പണി. അതുകൊണ്ട് എന്താണ് പ്രശ്നം വെച്ചെങ്കിൽ പണി ഇന്ന് നടന്നില്ല അല്ലെങ്കിൽ പണി ഇന്ന് വന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോടൊന്നും പറയാനൊന്നും പറ്റില്ല. കാരണം അവരവരുടെ വീട് പോലെ വന്ന് ചെയ്തു തരുന്നു. നമുക്ക് അതിൽ ഒന്നും പറയാൻ പറ്റില്ല. അവർ വന്നാലും ശരി വന്നാലും ശരി, അതൊക്കെ പിന്നൊക്കെയല്ലേ. നമ്മളോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണ് അവരതൊക്കെ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട് പണി ഇപ്പോൾ ഈ പണികളൊക്കെ നിർത്തിപ്പോയിച്ചിട്ട് 1.5 മാസമൊക്കെ ആയി. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് വന്ന് തുടങ്ങിയത്. അപ്പം നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റാതെ വന്നത് എന്താ വെച്ചെങ്കിൽ വേറെ പണികൾ കിട്ടുമ്പോൾ നമ്മുടെ പണി ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് എന്താ വെച്ചാൽ നമ്മളോട് ആ ബന്ധം ഉണ്ടാവുകൊണ്ടാണ്. അല്ലെങ്കിൽ വേറെ ഇപ്പോൾ എനിക്ക് പറയാം, ഇപ്പം എൻ്റെ പണി തീർത്തിട്ടേ നിങ്ങൾ വേറെ പണിക്ക് പോവുക എന്ന് ജസ്റ്റ് പറയുകയാണെങ്കിൽ അവർക്കത് തീർക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ അവരെന്താണ് അങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എൻ്റെ പണിയില്ലേ, നമ്മുടെ പണിയില്ലേ നിർത്താൻ പറ്റൂ, ബാക്കിയുള്ളവരുടെ പണി നിർത്താൻ പറ്റില്ലല്ലോ, നാളെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവർ ആ ഒരു ധൈര്യത്തിലും ആ ഒരു ബന്ധത്തിലാണ്. പക്ഷെ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മുടെ പണികളങ്ങനെ നീണ്ടു പോവാണ്. കുറച്ചൊന്നല്ല നീണ്ടു പോകണം, ഇപ്പോൾ മാസങ്ങൾ നീണ്ടു പോയിട്ടോ. ഇനി നീണ്ടു പോകാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ വെള്ളം ഉണ്ടാവില്ല. കിണറിൽ വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊന്നും നടക്കില്ല. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ അങ്ങനത്തെ പണികൾ ഇനി ചെയ്യാനില്ല. മരപ്പണിക്കൊന്നും പിന്നെ അവൻ പറഞ്ഞു മരപ്പണി ഞാൻ ഇവിടെ വെച്ചിട്ട് എന്തായാലും ചെയ്യില്ല. കാരണം എന്താ വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ വീഡിയോ ഒക്കെ എടുക്കേണ്ട സമയത്ത് ഈ മെഷീൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വീട്ടിലാണ് കോണ്ടാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം പൊടിവാറുന്ന പ്രശ്നം ഉണ്ടാവില്ല, സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അതൊന്നും വേണ്ട. നമുക്ക് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ വീട്, നമ്മൾ ചെയ്ത വീട് എന്ന് നമ്മുടെ സ്വന്തക്കാരെ പോലെ അല്ലേ അടുത്തുള്ളവർ പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അവരതല്ലേ പറയാ ഞങ്ങൾ ചെയ്ത വീട് കേട്ടോ. അല്ല, അതിപ്പോൾ നമ്മൾ പരിചയമില്ലാത്തടത്ത് പോയിട്ട് നമ്മൾ ചെയ്താലും നമ്മൾ ചെയ്ത വീട് നമ്മൾ ചെയ്തത് തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമുക്കത് ചെയ്തു തരുമ്പോൾ അത് ഒന്നുകൂടെ സന്തോഷമാണ്. കാരണം നമ്മളിപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും നമ്മുടെ 2 കൂട്ടുകാരും ഒക്കെ ഇപ്പോൾ ഈ മരപ്പണി ചെയ്യാന്ന് പറഞ്ഞ ആളുടെ അനിയൻ തന്നെയാണ് വന്ന് വൈറ്റ് സിമെൻ്റ് അടിച്ചു തന്നത്. കാരണം അത് അനിയൻ നമ്മുടെ സതീനെ പോലെ തന്നെ നമുക്ക് ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ പിന്നെ അവരോടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. അവരിപ്പോൾ ഇത് കഴിഞ്ഞ് വരാറുണ്ട്. ഇപ്പോൾ ഒരു കല്യാണ പണി കഴിഞ്ഞ് അടുത്ത കല്യാണ പണിക്ക് അവർ കയറി നമ്മുടെ പണി ഇവിടെ ഇട്ടിട്ട്. അപ്പോൾ നമുക്കൊന്നും പറയാനും പറ്റില്ല. പിന്നെന്താ വെച്ചെങ്കിൽ നമ്മളാണ് അവരെ മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. കാരണം നമ്മളും ഇതേപോലെ പണിയെടുക്കുന്നതല്ലേ. അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു പണി സ്ഥലത്തു നിന്നുള്ള അനുഭവങ്ങൾ എന്താണെന്നുള്ളത്. തിരക്കുള്ളിടത്തുനിന്ന് തിരക്കില്ലാത്തൊരു പണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നാളേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ വേറെ അത് പറ്റുന്നിടത്തേ പറ്റൂ. എല്ലായിടത്തോടത്തും പോയിട്ട് എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പിന്നെന്താ വെച്ചാൽ നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട് മെയ് ആ മാസത്തേക്കൊക്കെയാണ് നമുക്ക് ഒരു തീരുമാനം വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കിട്ടുന്ന പണിയൊന്നും കളയണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെയില് നമ്മൾ ആഗ്രഹം പറഞ്ഞു തന്നേ ഉള്ളൂ. അന്നൊക്കെ അതാവുമെന്ന് അറിയില്ല. അതും വേണ്ടി പറയാ. ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആഗ്രഹമാണ് കേട്ടോ. അത് നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. നടന്നു കഴിഞ്ഞാൽ അത്രയും നന്നു, ഇല്ലെങ്കിലും നമ്മൾക്ക് സങ്കടമൊന്നുമില്ല. എത്രയൊക്കെ ആയി കിട്ടിയില്ലേ. എന്തായാലും വീടിന്റെ ഇത്രയും പണികളൊക്കെയാണ് ആയത്. നേരെ ഇട്ടായിട്ടോ. ഇനിയിപ്പോ ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ കിട്ടില്ല. ഇങ്ങനെ സന്തോഷിക്കാൻ പാടില്ല. ഞാൻ പറയും അമ്മ ഓരോ പണി ചെയ്യുമ്പോൾ ഇങ്ങനെ സന്തോഷിക്കരുത് എന്ന് പറയട്ടോ ഓരോ സമയത്ത്. അതെന്താണ് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഏത് സന്തോഷമായാലും ഓരോരുത്തർ പറയില്ല പണി എവിടെ എത്തി ചോദിക്കില്ലേ. ആ പണി ഇവിടം വരെ എത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളെ പോലെ തന്നെ നിങ്ങളും അത് കേട്ട് സന്തോഷിക്കുന്നുണ്ടാവും എന്നറിയാം. അപ്പോൾ എന്തായാലും ബാക്കി പണികളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണിക്കാം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കാം.